നേതൃത്വം പറയുന്നത് അനുസരിക്കുമെന്നും തന്റെ വളർച്ചയ്ക്ക് കാരണം കോൺഗ്രസ് ആണെന്നും എൻ ഡി അപ്പച്ചൻ 24 പറഞ്ഞു. തന്റെ വിഷമങ്ങൾ KPCCക്ക് മുൻപാകെ പറഞ്ഞിട്ടുമുണ്ട്. കോൺഗ്രസ് വിട്ട് എങ്ങോട്ടും പോകില്ലെന്നും എൻ ഡി അപ്പച്ചൻ. ഇതിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തീരുമാനമെടുക്കാൻ വേണ്ടി കാരണം നേതൃത്വത്തോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നേരത്തെ പറഞ്ഞല്ലേ എനിക്ക് താല്പര്യമില്ല തുടരാൻ വേണ്ടിയിട്ട് എന്നെ ഒഴിവാക്കി തരണം എന്നാവശ്യപ്പെട്ട നേരത്തെ തന്നെ. അത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. KPCC പ്രസിഡന്റ് എന്നോട് ഇതുവരെ വിളിച്ചിട്ട് താങ്കൾ രാജിവെച്ചിട്ടുണ്ട്, ഒഴിവാകണം സ്ഥാനത്ത് നിന്നുള്ള കാര്യം ഇപ്പോഴും പറഞ്ഞിട്ടില്ല. ആ നേതൃത്വം പറഞ്ഞാൽ എന്താണോ അനുസരിക്കും ഞാൻ. അതിന് സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. എന്നെ ഞാനാക്കിയത് എൻ്റെ പാർട്ടിയാണ്. ഞാൻ സ്വന്തമായിട്ട് വളർന്ന് വന്നൊന്നുമല്ല. എൻ്റെ വളർച്ചയ്ക്ക് പ്രധാനമായ നിദാനം എന്ന് പറയുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. ആ പാർട്ടിയോടുള്ള കടപ്പാട്, ഉത്തരവാദിത്വം, ബാധ്യതയൊക്കെ എനിക്ക് എന്നുമുണ്ട്. നാളെ അതുണ്ടാകുകയും ചെയ്യും. എൻ്റെ ജീവൻ അവസാന ശ്വാസം വരെ ഈ പാർട്ടിക്കകത്ത് ഞാനുണ്ടാവും. സംഘടനാ പ്രശ്നങ്ങൾ സ്ഥാനത്തിരിക്കുന്നു എന്നുള്ളതല്ല പ്രശ്നം എന്നെ സംബന്ധിച്ച്. സംഘടനാ പ്രശ്നങ്ങൾ അപ്പച്ചേട്ടൻ അലട്ടിയിരുന്നു. അല്ല, മാനസികമായിട്ട് എനിക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഈ പാർട്ടിക്കകത്ത് അങ്ങനെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. സത്യസന്ധമായ 100% എന്താണോ കോൺഗ്രസ് പാർട്ടി ജനങ്ങൾക്ക് കൊടുക്കുന്ന സന്ദേശം എന്താണോ, ഈ രാജ്യത്തിൻ്റെ ഭരണഘടന, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം, ഈ രാജ്യത്തിൻ്റെ മതേതരത്വം തുടങ്ങിയ കാര്യങ്ങളിൽ അതൊന്നും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോയിരുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. നാളെയും സ്ഥാനമല്ല എനിക്ക് പ്രശ്നം. ഈ പാർട്ടി എന്നെ പരിഗണിച്ചോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട. ഞാൻ പറഞ്ഞില്ല, 5 രൂപ മെമ്പർഷിപ്പ് എനിക്കുണ്ട്. എനിക്കതനുസരിച്ച് പ്രവർത്തിക്കാം, എൻ്റെ ബൂത്തിൽ പ്രവർത്തിക്കാം, ഒരു കുഴപ്പമില്ല കാര്യത്തിൽ. പക്ഷേ ഇങ്ങനൊരു വിടവാങ്ങൽ ആഗ്രഹിച്ചിരുന്നു, അതാണ് ഒരു ചോദ്യം. ഇങ്ങനൊരു വിടവാങ്ങൽ അദ്ദേഹം തങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും. എന്ത് വിടവാങ്ങുന്നതിന് ഇപ്പോൾ എന്താ പിന്നെ പറയാൻ പറ്റിയ സ്ഥലത്ത് എന്താ പറയുക? നമ്മളിപ്പോൾ കുട്ടി ആഘോഷം ആനയും അമ്പാരിയൊക്കെ വെച്ച് ആഘോഷിച്ച് എന്നെ ഇവിടുന്ന് വീട്ടിലേക്ക് കൊണ്ടാക്കേണ്ട ഏർപ്പാടല്ലല്ലോ ഇത്. ഒരു പാർട്ടിയുടെ ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റാണ്. അതിൻ്റെതായ പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ KPCC മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവർ തീരുമാനം എടുക്കട്ടെ, പറഞ്ഞോട്ടെ. നാളെ അപ്പച്ചൻ മാറിക്കോ, വേറെ ആളെ വെക്കാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞാൽ ഞാൻ അന്നേരം പോകും. പിന്നെ നിങ്ങളെ വിളിക്കുകയും ചെയ്യും. അന്നേരം ഞാൻ പോകാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളാണല്ലോ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും. ആരെങ്കിലും എനിക്ക് അറിയാത്തവരാരും കൊടുത്തിട്ടില്ല. അങ്ങ് വ്യക്തിപരമായ ഒരു നേട്ടവും ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കി ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് താങ്കൾ കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ നമ്മളോട് സംസാരിച്ചതാണ് അല്ലേ? ഒരുപാട് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് നഷ്ടങ്ങൾ താങ്കൾക്ക് സംഭവിച്ചിട്ടുണ്ട്. വീട് വേണ്ടത് നോക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ താങ്കൾ പറയുകയുണ്ടായി വളരെ വൈകാരികമായി. അതൊക്കെ എങ്ങനെയാണ്? വീട് നോക്കാൻ കഴിഞ്ഞിട്ടില്ല, മക്കളെ നോക്കാൻ കഴിഞ്ഞിട്ടില്ല, മക്കൾക്ക് ആവശ്യമായ ജോലി വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. എനിക്ക് പലപ്പോഴും കഴിയാമായിരുന്ന സന്ദർഭങ്ങളിൽ പോലും എൻ്റെ മക്കൾക്ക് ഞാൻ കാരണം ജോലി ലഭിച്ചു എന്ന് നാളെ പറയരുത് ആരും. അതൊക്കെ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അനാവശ്യമായി പണം പിരിക്കുക, മോശമായ പ്രവർത്തനങ്ങളിലേക്ക് പോയി 55 വർഷക്കാലത്തിനിടയ്ക്ക് ഒന്നും ഉണ്ടായിട്ടില്ല. ഒന്നും ആർക്കും പറയാൻ പറ്റുമോ? പറയാൻ പറ്റുമെങ്കിൽ പറയട്ടെ. പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ എന്നെപ്പറ്റി പറയട്ടെ. ഞാനത് ഉൾക്കൊള്ളാം, കുഴപ്പമൊന്നുമില്ല കാര്യത്തിൽ. ഞാൻ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ഈ പ്രസ്ഥാനം എന്താണോ പറയുന്നത് ആ പ്രസ്ഥാനത്തിനോടൊപ്പം നിന്നുകൊണ്ടാണ് മുന്നോട്ട് ചെയ്യാൻ പോയിട്ടുള്ളത്. അതിന് മാറ്റമില്ല കാര്യത്തിൽ. നാളെ ഇല്ല. ഒരു തീരുമാനമില്ല. എന്ത് തീരുമാനമായാലും വീട്ടിലിരിക്കാമല്ലോ. എൻ്റെ വീട്ടിൽ എൻ്റെ മോൻ്റെ വീടും സ്ഥലമൊക്കെ അതിനാണ് ഉള്ളത്. എനിക്ക് സ്ഥലമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ താമസിപ്പിക്കുക, അവിടെ പോയി സ്വസ്ഥമായിരിക്കുക, അല്ലെങ്കിൽ എൻ്റെ ബൂത്തിൽ പോയി പ്രവർത്തിക്കുക. അതൊക്കെ ചെയ്യാനാണ് നാളെ. കോൺഗ്രസ് വിട്ട് പോകില്ല, ഉറപ്പ്. സംഘടനാ പ്രവർത്തനം ശക്തമായി തുടരും. സംഘടനാ പ്രവർത്തനം എനിക്ക് ഏതാണ് പിന്നെ പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല എന്താണോ ആ ചുമതല നിർവഹിക്കും ഞാൻ. നേതൃത്വം പറയുന്നത് അനുസരിക്കും, പാർട്ടി വിട്ട് എവിടെയും പോകില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. സുർജിത് അയ്യപ്പത്തിനോട് സംസാരിക്കുകയായിരുന്നു എൻ ഡി അപ്പച്ചൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.